ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വാക്ക് സഹനം എന്നുള്ളതാണ്. സഹനത്തെ തൻ്റെ ജീവിതത്തിലൂടെ സ്നേഹമാക്കി മാറ്റിയവൾ. സഹനത്തിൻ്റെ അർത്ഥം തന്നെ തിരുത്തിക്കുറിച്ചൊരു വിശുദ്ധിയാണ്. സുവിശേഷത്തിൻ്റെ കൈപ്പുസ്തകം എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു കൊച്ചു ജീവിതം. ജീവിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് ആകർഷകമായി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന, ലോകദൃഷ്ടിയിൽ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കടന്നുപോയൊരു വ്യക്തി. ആരാലും അറിയപ്പെടാതിരിക്കാൻ ചെടിയുടെ ചുവട്ടിൽ അഴിഞ്ഞു തീരുന്ന വട്ടയിലെയും വെട്ടിയിലെയും ആകാനായിട്ട് ആഗ്രഹിച്ച ഒരു കൊച്ചു ജീവിതം. പക്ഷെ ഇന്ന് ആ കല്ലറയിൽ ആളൊഴിയുന്നില്ല. ഏത് നേരത്ത് ചെന്നാലും നാനാജാതി മതസ്ഥർ, വിവിധ ഭാഷകളിലുള്ളവർ, വിവിധ രാജ്യങ്ങളിലുള്ളവർ ആ കബറിടത്തിൽ സന്ദർശനത്തിന് വരുന്നുണ്ട്. ഒരല്പം ആശ്വാസം തേടി, ആശ്വാസത്തിൻ്റെ സ്നേഹതീരം തേടി ആ കബറിടത്തിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതത്തിൻ്റെ നെരിപ്പോടുകളെ, സങ്കടങ്ങളുടെയും കഥനകഥകളുടെയും ജീവിതത്തിലെ നിരാശകളുടെയും തകർച്ചകളുടെയും ഒക്കെ വക്കിലൂടെ കടന്നു പോകുമ്പോഴും എന്തൊക്കെയോ പ്രതീക്ഷകൾ, ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നൽകാനായിട്ട് ആ കബറിടത്തിൽ വരുമ്പോൾ പുകഞ്ഞു നീറുന്ന മനസ്സുകളൊക്കെ ശാന്തത കൊടുക്കാൻ ഒരു തണുത്ത അനുഭവം, മനസ്സിനെ കുളിർമയേകുന്ന തണുപ്പിക്കുന്ന ഒരു അനുഭവം പകരുവാൻ ആ കബറിടത്തിന് സാധിക്കുന്നുണ്ട്. എന്താണ് ആ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഞാനും നിങ്ങളുമൊക്കെയും ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ അൽഫോൻസാമ സഹിച്ചതിനേക്കാളും കൂടുതൽ സഹനങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടാവാം. പക്ഷേ എന്താണ് നമ്മയും അൽഫോൻസാമയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്? അൽഫോൻസാമ സഹനത്തിൻ്റെ പുത്രി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അൽഫോൻസാമയെ സ്നേഹത്തിൻ്റെ പുത്രി എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം അവൾക്ക് സഹനം ഒരു ഭാരമായിരുന്നില്ല, അവൾക്ക് സ്നേഹമായിരുന്നു. എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിരിക്കുകയാണ്. എൻ്റെ സഹനങ്ങൾ എൻ്റെ ഈശോയോടുള്ള സ്നേഹമാണ്. ഞാൻ എൻ്റെ ഈശോയ്ക്ക് എന്നെ മുഴുവനായിട്ടും വിട്ടുകൊടുത്തപ്പോൾ ഈശോ തരുന്നതെല്ലാം എനിക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കും. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയുടെ ഒരു പ്രാർത്ഥനയുണ്ട്: എൻ്റെ ദൈവമേ, എന്നെ സമ്പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിനക്കിഷ്ടമുള്ളത് എന്തും എന്നോട് ചെയ്തു കൊള്ളുക. ഞാൻ നിൻ്റെ കരങ്ങളെ ഭയപ്പെടുന്നില്ല. നീ ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് അറിയാം. കാരണം നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ അപ്പനാണ്. ആ ഒരു വിശ്വാസം, ആത്മസമർപ്പണം, തന്നെ സമ്പൂർണ്ണമായിട്ട് ഈശോയുടെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഇന്ന് ഡ്രൈവർലെസ് കാറുകളുണ്ട്. നമ്മളവിടെ കൊടുത്താൽ അതിൻ്റെ സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾ അനുസരിച്ച് നമ്മളെ എത്തിക്കും, നമ്മൾ എത്തേണ്ടടുത്ത് നമ്മളെ എത്തിക്കും. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ നിയന്ത്രണം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ നമ്മളെ കൊണ്ടുപോകുന്നിടത്ത് നമുക്ക് അറിയാവുന്നതിനേക്കാളും വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള വഴികൾ ഈശോയ്ക്കറിയാം. അതിലൂടെ ഈശോ നമ്മളെ കൊണ്ടുപോകും. ഈശോയുടെ കരങ്ങളിൽ സംവഹിക്കപ്പെടുവാൻ നമ്മളെ വിട്ടുകൊടുക്കുക. അൽഫോൻസാമ അതാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഈശോയ്ക്ക് എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നോട് എന്തും ചെയ്തു കൊള്ളട്ടെ. സഹനങ്ങൾ പോരാ, കുരിശുകൾ പോരാ, ഇനിയും സഹനങ്ങൾ വരട്ടെ. കുരിശുകളില്ലാത്ത ദിവസങ്ങൾ ഈശോയ്ക്ക് എന്നോട് പിണക്കമാണോ, ഈശോയ്ക്ക് എന്നോട് കെറുവാണോ, ഇതുവരെ എനിക്കെന്തേ കുരിശുകൾ തന്നില്ല എന്ന് പരാതി പറയുന്ന അൽഫോൻസാമ. കുരിശുകൾ ചോദിച്ചു വാങ്ങുവാനുള്ളൊരു വലിയ മനസ്സ്. ആ കാലയളവിൽ അഭിമന്യ പിതാവിന് മലമ്പനി ബാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അൽഫോൻസാമ പറയുകയാണ്: എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാൻ ഈ കട്ടിലിൽ കിടന്ന് സഹിക്കുകയല്ലേ, എനിക്ക് ആ കുരിശ് തന്നേരെ, എനിക്ക് ആ സഹനം തന്നേരെ, എനിക്ക് ആ പനി തന്നേരെ. പിതാവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, മറ്റുള്ളവരുടെ സഹനങ്ങൾ കൂടി ചോദിച്ചു വാങ്ങാനുള്ളൊരു വലിയ മനസ്സ് അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നു. സ്നേഹിക്കുക എന്നുള്ള ഈശോയുടെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയതാണ് അൽഫോൻസാമ. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ കാച്ചിക്കുറുക്കിയ ഒരു കൊച്ചു കൈപ്പുസ്തകമാണ് അൽഫോൻസാമയുടെ ജീവിതമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൻ്റെ സഹചര്യത്തിൽ, തൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ അവർ തന്നോട് ഏത് രീതിയിൽ പെരുമാറിയാലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ അൽഫോൻസാമയുടെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. വിദ്വേഷമോ വെറുപ്പോ പകയോ ഒന്നും വെച്ച് പുലർത്താത്ത ഒരു നിഷ്കളങ്ക മനസ്സ്. ചുറ്റുപാടുമുള്ളവരിലേക്ക് തന്നാലാവുന്ന വിധം കൊച്ചു സേവനങ്ങൾ, ശുശ്രൂഷകൾ ചെയ്യാൻ, തൻ്റെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കാൻ, അവർക്കാവശ്യമുള്ള കൊച്ചു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ. കറണ്ടൊക്കെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ ഇടനാഴികളിൽ കൂടി പോകുമ്പോൾ തൻ്റെ സഹോദരിമാർക്ക് ചെറിയൊരു തിരിവട്ടം, അവൾ കൊച്ചു മെഴുകുതിരികൾ കാത്തുവച്ചിരുന്നു. എന്നതുകൊണ്ട് ആ കബറിടത്തിൽ മെഴുകുതിരികൾ കത്തിയെരിയുന്നില്ല, തീരുന്നില്ല.
നിലയ്ക്കാത്ത മെഴുകുതിരി പ്രവാഹമായിട്ട് കത്തിയിരിയലുകളായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അൽഫോൻസാമയുടെ ജീവിതം നമുക്കേറെ പ്രത്യാശ പകരുന്നതാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ എല്ലാം തകർന്നു, എല്ലാം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്ന, സ്വിച്ച് ഓഫ് ആക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്ന ഈ കാലഘട്ടം. ഇവിടെയാണ് അൽഫോൻസാമയുടെ ജീവിതം നമുക്കൊരു ചലഞ്ചായി മാറുന്നത്. പ്രത്യാശയോടുകൂടി ഈശോയുടെ സ്നേഹമായിട്ട് കാണാൻ, ഈശോയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ, സഹനങ്ങളിൽ ശക്തി നേടുവാൻ, അതിനെയൊക്കെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ലഭിക്കുവാൻ, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ച, കുഞ്ഞുങ്ങളെ തന്നോട് ചേർത്ത് നിർത്തിയ, വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ ഒരു തലമുറയെ തന്നെ ഒരുക്കിയ അമ്മയാണ് വിശുദ്ധ അൽഫോൻസാമ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ ആകർഷണ വലയത്തിലേക്ക് ചെന്നുപെടുന്നുണ്ടെങ്കിൽ അൽഫോൻസാമ നമ്മോട് പറയുകയാണ്, കുഞ്ഞുമക്കളെ, ഈശോയാകട്ടെ, ദൈവമാകട്ടെ നമ്മുടെ ആനന്ദം, ദൈവമാകട്ടെ നമ്മുടെ ലഹരി. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഓരോ ജീവിതങ്ങളുമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ, ത്യാഗത്തിൻ്റെ, വിശുദ്ധിയുടെ വലിയൊരു മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ നിലകൊള്ളുമ്പോൾ ഈ വിശുദ്ധയുടെ ജീവിതം അനുകരിക്കുവാൻ, കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, ജീവിതത്തെ പ്രത്യാശയോടെ നേരിടുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.